വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഹാദിയാൻ്റെ വരുന്ന എല്ലാവർക്കും ഓണാശംസകൾ നേടുന്നു. ഇന്ന് നമുക്ക് കുറച്ച് മത്സരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇടാം. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോകണം. അത് നിങ്ങൾക്ക് കാണിച്ചതാണ്. ഈ വീഡിയോയിൽ മത്സരവും അമ്പലത്തിൽ പോകുന്ന കാഴ്ചകളെല്ലാം കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം. നമ്മ ഇന്ന് ഇട്ട പൂക്കളെല്ലാം കണ്ടിട്ടുണ്ടോ? ഈ പൂക്കൾ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ലൈക്ക് ചെയ്ത് തരണം. കണ്ടോ, ഈ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ലൈക്കും ചെയ്തേക്കണേ. അപ്പം നമുക്ക് നേരെ അമ്പലത്തിലേക്ക് വിടാം. അപ്പോൾ ഗൈസ് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന് കാടെത്തിയിട്ടുള്ള. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം. വാ. നമ്മൾ നടന്ന് പോകുമ്പോൾ നല്ല കാഴ്ചയെല്ലാം, നല്ല ചീവീട് കറിയുന്നുണ്ട്. നമ്മളെ കോബിയുടെ വീട് തിരികയാണ്. പാപ്പനാട് ഇരുന്നിട്ട് ഇത് നോക്കുകയാണ്. ഇങ്ങനെ അവിടെ എത്തിയിട്ട് കാണാം. നമ്മ പഠിച്ച അംഗൻവാടിയാണ്. അപ്പോൾ ഗൈസ് അംഗൻവാടിയാണത്. ഇപ്പം വേറെയായി. ഞാനും അങ്ങാടിയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ അതിപ്പോൾ പൊളിച്ചിട്ട് പുതിയത് വീടാക്കിയതാണ് കേട്ടോ. അപ്പം ഗായ്സ്, അപ്പം നമുക്ക് തമിഴിൽ കുറേ ആൾ പറയുന്നത് നിങ്ങൾ എത്രാം ക്ലാസ്സിന്, അത് ഈ വീഡിയോയിൽ ഞാൻ പറയാം. ഞാനും ഓനും 5ാം ക്ലാസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം കാഴ്ചകളിലേക്ക് കണ്ട് പോകാൻ അമ്പലത്തിലേക്ക്. നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ പൂവലുണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മ ഇന്ന് വെക്കുന്ന മത്സരമെല്ലാം കുഞ്ഞപ്പം പറഞ്ഞുതരും. ബിസ്ക്കറ്റ് ഈറ്റിങ്, കുപ്പിയിൽ വെള്ളം നിറക്കൽ. കുപ്പിയിൽ വളർക്കുന്ന ഉണ്ടാവില്ല കേട്ടോ. ഉണ്ട്, അത് വെക്കാൻ ചാൻസ് ഇല്ല. കുപ്പിയിൽ വെള്ളം നിറക്കലുണ്ട്. കുപ്പി ഉണ്ടാവില്ല, പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ ഗൈസ്. വേറെ സൈക്കിൾ റേസ് ഉണ്ട്. മെല്ലെ ഓടിച്ചിട്ട് ഫിനിഷിങ്ങിൽ എത്തുന്നവർക്ക് അതിനെല്ലാം ഒരു ലൈസാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മളെപ്പോഴും ഒരു ചെക്കൻ ഉണ്ടായിന്. ആ ചെക്കൻ അവരെ ഓർക്കളം വീട്ടിൽ നിൽക്കാൻ പോയതാണ്. അപ്പം നമ്മീനുണ്ടാവില്ല ഇല്ല. അവൻ്റെ അച്ഛൻ അപ്പം വീടെടുക്കുന്നത്. അവൻ്റെ പേര് നമ്മളെ പേര് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. കുഞ്ഞൂട്ടനാണ് കേട്ടോ നമ്മളെ. നമുക്ക് അറിയിക്കുവാനാ. നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകും. ഇനി നമുക്ക് അമ്പലത്തിൽ എത്തിയിട്ട് കാണാം. അമ്മ അങ്ങാട് ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയോ അറിയില്ല. അവിടെ ഉണ്ടായിന്, ഇപ്പോൾ പോയി പോകുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് അവൻ്റെ മണിയിലെല്ലാം പാമ്പിനൊക്കെ. അപ്പോൾ ഗൈസ് ബാക്കി 4 പറഞ്ഞു കൊടുക്ക്. നമ്മളിപ്പം വിചാരിച്ചില്ല മത്സരം. സ്പൂൺ റൈസ് ഉണ്ട്, കുപ്പിയിലുള്ള നാക്കള്, സൈക്കിള്. ആ 4 നമ്മളിപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം നമ്മളെ അമ്പലം എത്താനായിട്ടുണ്ട്. ഇവിടെ ഓണിറ്റോറിയം കാണിച്ചു തരാം. അതാണ് ഗൈസ്, അങ്ങാടൊരു ഓണിറ്റോറിയം ഉണ്ടാവും. ഇതല്ല, അത് ഇപ്പോൾ ഇവിടെ ഉണ്ടായതാണ്, ഇപ്പോൾ ഇല്ല. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അമ്പലം ഉണ്ടാകാം. നമുക്ക് അവിടെ എത്താനായി. നമുക്ക് അവിടുത്തെ കുളമെല്ലാം കാണാം. അമ്പലം എത്തിയിട്ടുണ്ട് ഗൈസ്. ഓണിറ്റോറിയം എന്നത് ഇതാണ് ഗൈസ് അമ്പലം. അപ്പോൾ ഗൈസ് അമ്പലം എത്തിയിട്ടുണ്ട്. അതിനുള്ള കുറേ ആളുണ്ട്. ഒന്ന് ആ അമ്പലത്തിന് മുമ്പിലേക്ക് നടക്കാണ്. ആരും വന്നില്ല, കുറേ ആളുണ്ട്. കുറേ ആളൊന്നും, ഒരാൾ കുറച്ചാളുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മളെ ഓണിറ്റോറിയം. ഇത് അമ്പലം എത്തിയിട്ട് അവിടെ ജനകീയസം കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ പാകം കൊടുക്കുന്ന സ്ഥലം ഇത്. അമ്പലം എത്തിയിട്ടുണ്ട്. ആര്യങ്കിൽ ശ്രീനാഥ ക്ഷേത്രമാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അമ്പലം കാണിച്ചു തരാം. ഉള്ളിലേക്ക് പോവാം. കണ്ടോ, വിഷ്ണുമൂർത്തിയുടെ അമ്പലമാണ്. നമുക്കിനി ഉള്ളിലേക്ക് പോയിട്ട് നോക്കാം. ഇവിടുന്ന് തന്നെ നോക്കാം ഗൈസ്. ഇതാണ് അമ്പലത്തിൽ. ഇപ്പോഴൊന്നുമില്ല, അമ്പലത്തിൽ ഇപ്പം തുടങ്ങിയിട്ട് കേട്ടോ ഗൈസ്.
അപ്പോൾ ഗൈസ് അമ്പലം വന്നത് അമ്പലത്ത് ആടുന്ന് വന്നിട്ടാ. അമ്പലത്ത് അങ്ങാടുന്ന ഗൈസ്, അതാണ് അമ്പലത്തിൻ്റെ സ്ഥലം. കണ്ട, അത് അമ്പലത്ത്, ഇത് അമ്പലം വന്നിട്ടാ. ആട് മൂന്ന് ചെയ്യുകൊണ്ട് വിഷ്ണുമൂർത്തിയും പന്തംകുളത്ത് ഭഗവതി ചാമണ്ടിയാണ് ഈ അമ്പലത്തിലുള്ളത്. നമുക്ക് അങ്ങോട്ട് പോയോ. അപ്പോൾ ഗൈസ് നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ട് ആടെ ഒരു പന്നീനെ കാണുന്നില്ല. തെയ്യം കയറുന്ന പന്നിയാന്ന്. പന്നിയും പുലിയും ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോയോ. ഇതെന്ന് പറഞ്ഞത് കണ്ടോ, ഇതിൽ തെയ്യം കയറിയിരിക്കും. ഇതൊരു പുലിയാണ് കേട്ടോ. പുലിയും പന്നിയും ഉണ്ട്. നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെയാണ് ഉള്ളത്. കണ്ടോ, അത് പന്നിയും പുലിയും ഇവിടെ നിൽക്കുന്നുണ്ട് വാല്. അപ്പോൾ ഗൈസ് പന്നി ഇങ്ങനെയാണ്. ഇല്ല, നമുക്ക് കയറാനും കഴിയില്ലല്ലോ. ഇത് പ്രധാനം. ഇപ്പോൾ അവിടെ ഒരു വിഷ്ണുമൂർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ അറിയില്ല, ക്ലിയർ ഇല്ല അല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ അമ്പലത്തിൻ്റെ ഇവിടെ ഇരിക്കുകയാണ്. അമ്പലത്തിൽ ഇപ്പോഴേ തുടങ്ങില്ല, കുറച്ച് സമയമാകുമെന്ന് പറയുന്നത്. ഉച്ചക്കാണ് കേട്ടോ അമ്പലത്ത്. ഉച്ചക്ക് തുടങ്ങുന്ന പറഞ്ഞാൽ കുഞ്ഞു എന്നൊക്കെ പറഞ്ഞുവിട്രാ. അമ്പലത്ത് ഉച്ചക്കാണ്. ഞാനിപ്പോഴേ വന്നിട്ട് ഇരുന്ന് കാണിട്ടാ. എനിക്ക് ആൽമരം കാണിച്ചിട്ട് വന്നതാണ്. ആൽമരം അവിടെ ഉണ്ട് ഗൈസ്. നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് മെല്ലെ സംസാരിക്കാൻ കഴിയും. കുറേ ആളുകളുണ്ട് ഇവിടെ. അതുകൊണ്ടായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇനി കുറച്ച് സമയം എൻ്റെ വീട് കാണാം. അമ്പലത്താകുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് അവിടെ നിന്ന് തുടങ്ങുന്നത് എന്തെന്നറിയില്ല. അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് തുറക്കുന്നുണ്ടോ ഒരു സംശയം. അമ്പലത്തിൽ ഇവിടെ ഒന്ന് പോകുമ്പോൾ ഗൈസ് അവർ പ്രാർത്ഥിക്കാണ്. അമ്പലത്തിൻ്റെ വാതിൽ തുറക്കുന്നുണ്ട്. നമുക്ക് വാളെല്ലാം കാണാം. അപ്പോൾ ഗൈസ് പടിഞ്ഞാറ് ആടെ അമ്പലത്തിൻ്റെ വാതിൽ തുറക്കല്ലേ, നമുക്ക് പോയിട്ട് നോക്കണം. ആയിട്ട് ആ അമ്പലത്തിൽ തുറക്കിട്ട് അതിൻ്റെ ഉള്ളിൽ വേറൊരു വാതിലുണ്ട് ഗൈസ്. ഉണ്ടോ അറിയില്ല, ഉണ്ട് തോന്നുന്നു. ഇല്ലൂഞ്ഞു അതിനുള്ള വേറെ വാതിലുണ്ട് ഗൈസ്. ഇന്നിവിടെ ഉത്രാടലായില്ലേ. നമ്മ ഇന്നലെ കുഞ്ഞിനെ കാണിച്ചിരുന്നു. ഇത് നമ്മ രണ്ടാമത്തെ ദിവസമാണ് ഓണം അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ടാ അമ്പലത്ത് നടക്കുന്നത്. അപ്പം നമ്മൾ വിഷ്ണുമൂർത്തിയിലുള്ള അമ്പലം വേണ്ടിയിട്ട് ഈ അടുത്ത് മെയിൻ ചെയ്യാൻ വിഷ്ണുമൂർത്തിയാണ് ഗൈസ്. അങ്ങനെ കുഞ്ഞു നമ്മളെ വിളിക്കുന്നു ഗൈസ്. ഇവിടുന്ന് അമ്പലത്ത് നടക്കല്. അമ്പലത്തിൻ്റെ ഉള്ളിൽ വേറെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് അടച്ച് ഗൈസ്, അത് അടച്ചിട്ടുണ്ട്. നമുക്ക് മുറ്റത്തേക്ക് ഇവിടെ ഈ കാട്ടങ്ങടെ കുറച്ച് സ്ഥലമെല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മ അമ്പലം ഇതാന്ന് കേട്ടോ. എന്താ ഒരു കിണറ്